കിണറിനകത്ത് ഇത്രയും മോട്ടർ ഉണ്ടാവും എന്ന് പറഞ്ഞ നിസ്സാര കാര്യമാണോ? ഷോ നോൺ സ്റ്റോപ്പാണ്, എപ്പോഴും വെള്ളം വന്ന് എടുത്തുകൊണ്ടിരിക്കും. 24 മണിക്കൂർ മോട്ടർ ഓൺ ആയിരിക്കും, എവിടെ ഏതെങ്കിലും ഒരു മോട്ടർ ഓൺ ആയിരിക്കും. ഇതാണ് കിണറിന് ചുറ്റുമുള്ള മോട്ടറിൻ്റെ എണ്ണം. വേണമെങ്കിൽ നിങ്ങൾ എണ്ണിക്കും കേട്ടോ. മൊത്തത്തിൽ 40ഓളം ഉണ്ടല്ലേ മോട്ടർ. ചങ്ങോട്ടേ കണ്ടോ, ആ കാണുന്ന കിണറ്റിൽ നിന്നുള്ള പമ്പ് ചെയ്യുന്ന വെള്ളം വരുന്ന വഴി കണ്ടോ, ഈ ഓസി കൂടെ ഇങ്ങനെ കയറി ഇതാ ഈ പോകുന്ന ഓസി കൂടെ പോകണ്ടോ. 1-2 ഓസൊന്നുമല്ല ഞാൻ പറഞ്ഞില്ലേ, 40-45 അതിൽ കൂടുതൽ മോട്ടർ ഉണ്ട്. ആ മോട്ടറിന്റെ ഓസെല്ലാം പോയേക്കുന്ന വഴി കണ്ടോ. ഈ തൊട്ട് പറയ കാണുന്ന കിണറുണ്ടല്ലേ, ഏകദേശം എത്ര മോട്ടർ ആണ് ഇതിനകത്ത്? 36-40 മോട്ടറിനകത്ത് കുറയാതെ ഉണ്ട്. 40 മോട്ടറിന് കുറയാതെ ഉണ്ടല്ലേ. ഏകദേശം എത്ര വീട്ടിലുള്ള ഈ വെള്ളം പോയിരിക്കുന്നത്? 10-40,000 ലിറ്റർ വെള്ളത്തിൽ കൂടുതൽ ഒരു ദിവസം ഇതിൽ നിന്ന് പോകുന്നുണ്ട്. 40,000 ലിറ്റർ ഈ കിണറ്റിൽ നിന്നോ? ഒരേ വീട്ടിൽ 1000 ലിറ്ററിന്റെ 1000-2000 ലിറ്ററിന്റെ വെള്ളം തന്നെ ഇത് പോകുന്നുണ്ട്. എന്റെ കറണ്ട് എല്ലാം വീട്ടിൽ നിന്ന് തന്നെ അവനവന്റെ വീടുകളിൽ നിന്നുള്ള കറണ്ട് വലിക്കുന്നുണ്ട്. ഏകദേശം എത്ര ദൂരം പോകുന്നുണ്ട് ഈ വയർ? ഇവിടുന്ന് ഒരു 500 മീറ്റർ കുറയാതെ ചുറ്റളവിൽ, 1/2 കിലോമീറ്റർ ദൂരം പോകുന്നുണ്ട്. ആ ചുറ്റളവിലെല്ലാം കൂടെ വരുന്നത്. അതെന്താ ഈ കിണറ്റിൽ നിന്ന് തന്നെ വെള്ളം എടുക്കാനുള്ള കാരണം? ഈ കിണറെന്ന് വെച്ചാൽ ഏത് സമയത്തും വെള്ളം ഇപ്പം നിങ്ങൾ കണ്ടില്ല ഉള്ളു, അതാ കണ്ടല്ലോ, അങ്ങോട്ട് നോക്കിക്കുക, നിങ്ങൾ നോക്ക്, ആ വെള്ളത്തിന്റെ കിടപ്പും ആ ഷേപ്പും എല്ലാം നിങ്ങൾ കാണാം. അതാണ് അതിനെ അകത്തോട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. കാരണം ഇവിടെ മൊത്തം മോട്ടറാണ്. കിണറിനകത്ത് ഇത്രയും മോട്ടർ ഉണ്ടാവും എന്ന് പറഞ്ഞ നിസ്സാര കാര്യമാണോ? ഷോ അതും എല്ലാം 1 HP മേളിൽ പവറുള്ള മോട്ടറാണെന്നല്ലേ കണ്ടത് അല്ലേ? ഇതൊക്കെ 1 HP മേളിൽ പവറുള്ള മോട്ടർ ഈ ഇരിക്കുന്നതെല്ലാം. ഇക്കടെ പേരെന്തായിരുന്നു? എന്റെ പേര് സുബേർ. നമ്മുടെ സ്ഥലപ്പേരെന്ന് പറയാവത്? ചിലവ്. തൊടുപുഴ ചിലവ്. തൊടുപുഴ താലൂക്കിലെ കരിമണ്ണൂർ വില്ലേജിലെ ചിലവ്. ജില്ല ഏതാണ് ഇത്? കറക്റ്റ് ഇടുക്കി ജില്ല. ഇടുക്കി ജില്ല.